ഉണർന്നു പറഞ്ഞു. ഉണർന്നു, വീണ്ടും ഒന്ന് മയങ്ങി. മരുന്ന് കൊടുത്തില്ലേ? ഇല്ല, മയങ്ങിയതുകൊണ്ട് പിന്നെ വിളിച്ചില്ല. കുട്ടി വന്നിട്ട് ഉണർത്താം എന്ന് കരുതി. അച്ഛാ, അച്ഛാ. പനി ഒട്ടുമില്ല. കുട്ടി എവിടെയായിരുന്നു? അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. കാത്തിരിപ്പൊക്കെ കഴിഞ്ഞോ? ഞാൻ കട്ടിലിൽ കൊണ്ട് കിടത്തിയിട്ടാ പോന്നത്. ഇന്ന് ഇത്തിരി കരഞ്ഞു. ഇന്നലെ തീരെ ഉറങ്ങാൻ പറ്റിയില്ല. രാത്രി വണ്ടികൾ വരികയോ പോവുകയൊക്കെ ചെയ്തു. താഴെ വലിയ കോലാഹലം കേട്ടൂല്ലോ. എല്ലാരും എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയാ മദ്രാസിലും കോട്ടയിലും. എന്നോട് ആരാ ഇതൊക്കെ ചെണ്ട കൊട്ടി നാട് മുഴുവൻ അറിയിക്കാൻ പറഞ്ഞത്? സുഖമില്ലാണ്ട് കിടക്കുമ്പോഴും ഒരു സമാധാനം തരില്ല എന്ന് വെച്ചാൽ? തിരുമനസ് മാപ്പാക്കണം. തലകർക്കും ഛർദിയും വന്നപ്പോ ഞാനങ്ങ് ഭയന്നു പോയി. ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു അല്ലേ? തിരുവുള്ളക്കേടുണ്ടാവരുത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. തമ്പുരാട്ടിമാരെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. അപ്പൊ പത്രത്തിൽ വന്നതോ? അതും അടിയന് പറ്റിയൊരു തെറ്റാണ്. ഒന്ന് തുമ്മിയാൽ അതും വാർത്തയാക്കണോ? ഫോൺ അങ്ങനെ ചിലച്ചോണ്ടിരിക്കുക. ആ രാമമേനോൻ മറുപടി പറഞ്ഞു തോറ്റു. മന്ത്രിമാര് വിളിക്കണു, MLA മാര് വിളിക്കണു. ഇനി ഉണ്ടാവില്ല. തന്റെ ഇഷ്ടത്തിന് താൻ ഒന്നും ചെയ്യണ്ട. ഞാനോ മേനോ പറയണത് മാത്രം ചെയ്താൽ മതി. മനസ്സിലായില്ലേ കുഞ്ഞീഷ? അടിയൻ. തനിക്ക് പോവാ. പെങ്ങന്മാരും മരുമക്കളും ഒക്കെ വന്നിട്ടുണ്ട്. അവര് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. എന്തിന്? ഇതുവരെ കണ്ടതൊന്നും പോരെ? കാണാത്രേ. തലയ്ക്ക് സ്ഥലമില്ലാത്ത ഒരെണ്ണമുണ്ട് ഇവിടെ. അതിനെ ആർക്കും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് എങ്ങനെയാ കാണണ്ടെന്ന് പറയാ? മരിച്ചിട്ട് വന്നാ മതിയല്ലോ. എല്ലാവർക്കും ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. ശല്യങ്ങള്. അവസാനം അനാഥാകാൻ പോണത് ഭാഗീരഥിയാ. എന്റെ കാലം കഴിഞ്ഞാലും അവളെ മറക്കരുത് കേട്ടോ. പ്രസവിച്ചില്ലെങ്കിലും അമ്മയെന്ന് വിളിച്ചാ ശീലിച്ചത്. അമ്മയായിട്ട് തന്നെ കരുതണം. കരുതും, എനിക്കറിയാം. വളർത്തുമകളല്ല, മകളായിട്ട് തന്നെ അച്ഛൻ കണ്ടിട്ടുള്ളൂ. എന്നെ ഒന്ന് കുളിച്ചാലോ? വിരോധമില്ല, പക്ഷെ ഇന്ന് തന്നെ വേണോ? വേണം. ഇപ്പോഴത്തെ ഈ സുഖമില്ലായ്മയൊക്കെ കുളിക്കാഞ്ഞിട്ടാ. എന്നിട്ട് മതി മരുന്നും പ്രാതലും ഒക്കെ. നളചരിതത്തിൽ കലാമണ്ഡലം പപ്പുക്കുട്ടി ആശാന്റെ ദമയന്തി പൂരിക്കണ പോലെ തന്നെ. ചോന്നൂല മുഖം. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്ക്. രാധ എന്താ ഇങ്ങനെ പറയണേ? ഇട്ടം കൊണ്ടല്ലേ വരണേ? എന്നെ ഇഷ്ടപ്പെടണ്ട. ഒന്ന് പോകൂ. മാധുത്തമ്പുരാട്ടി കണ്ട ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം. രാധ എന്ന അമൂല്യ പുഷ്പത്തിന് ചുറ്റും പ്രണയപരവശനായി പറക്കുന്ന വണ്ടാണ് ഞാൻ. ഒരു ഭൃംഗം. ആ ഭൃംഗം. ഹലോ മിസ്റ്റർ ഭൃംഗം, പാഞ്ചാലി പരിണയമോ നളദമയന്തിയോ? ഏത് കഥയാണ് ആടുന്നത്? എങ്ങടെ ഓടണേ? അവിടെ നിക്കടി. തമ്പുരാക്കന്മാരുടെ മുന്നിൽ ആടാനും കൊഴയാനും ഒന്നും നിക്കണ്ട. അവസാനം എന്തെങ്കിലും സംഭവിച്ചാ കണ്ണിൽ ഒലിപ്പിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാനൊന്നും പറയാൻ നിന്നില്ല. തമ്പുരാൻ വിശദീകരണം ഒന്നും വേണ്ട. 3-4 ആൺകുട്ടികൾ അവിടെ വേറെ വന്നിട്ടുണ്ട്. കളങ്കമില്ലാത്ത കുട്ടികളാ. അവരെ കണ്ണ് കാണിക്കാനും ചിരിക്കാനും ഒന്നും നിക്കണ്ട. വഴക്കൊന്നും പറയണ്ട എന്റെ മാധവി. പൊക്കോട്ടെ, പാവം. പാവം. പാവമാണെങ്കിൽ വിളിച്ച് കൂടെ താമസിപ്പിച്ചോളൂ. പൂങ്കണ്ണീരൊന്നും ഒലിപ്പിക്കണ്ട. കള്ളക്കരച്ചില്. എന്താ എടുത്തേ? തള്ളയുടെ സ്വഭാവം എടുത്തു തുടങ്ങിയിരിക്കുക. ഞാൻ പറയാം നമ്മുടെ മക്കളുടെ അടുത്തൊന്നും എടുക്കണ്ടെന്ന്. പണ്ട് തള്ള തന്തയില്ലാത്ത കുട്ടിയെ വയറ്റിലിട്ട് നടന്നപ്പോഴും തമ്പുരാക്കന്മാർക്കായിരുന്നില്ലേ ചീത്തപ്പേര്? അവസാനം വിളിച്ചു തീർത്ത് ചോദിച്ചപ്പോഴല്ലേ കറവക്കാരൻ ആരുടെ പേര് പുറത്തു വന്നത്? ഞാൻ പൊയ്ക്കോട്ടെ തമ്പുരാട്ടി. പൊയ്ക്കോ. എന്നിട്ടുള്ളതും ഇല്ലാതൊക്കെ കൂടി ഏട്ടൻ തിരുമനസിനടുത്ത് പോയി പറഞ്ഞു കൊടുക്ക. ഉദയനാപുരം കൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ? നമ്മുടെയൊക്കെ ഒരു ഗതികേടേ. അടിച്ചു കളിക്കാൻ നിന്ന പാറക്കുട്ടി ഒരപ്പരെ പിഴച്ചു പറ്റിട്ട് പോയ കുട്ടിക്ക് ഇപ്പൊ നമ്മളെക്കാളും സ്ഥാനം എവിടെ? എന്തിനാ മറ്റുള്ളവരെ പറയുന്നേ? നമ്മുടെ ഏട്ടൻ തിരുമനസിനെ തന്നെ പറഞ്ഞാ മതി. ഏട്ടൻ തിരുമനസിന് കാര്യങ്ങളെല്ലാം അറിയാം. വിവാഹപ്രായമെത്തിയ 2 പെമ്മക്കളുണ്ട് ഞങ്ങൾക്ക്. ആ ശൂദ്രജി പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനമെങ്കിലും സ്വന്തം അനന്തരോൾമാർക്ക് കൊടുത്തൂടെ? എത്ര നേരത്തെ വേളി കഴിച്ച് വിടേണ്ടതാ എന്റെ കുട്ടികളെ. അതും ശരിയാണ്. നീലഗിരിയിലെ എസ്റ്റേറ്റ് എന്നെ ഏൽപ്പിച്ചാൽ ഇതിലും ഭംഗിയായിട്ട് ഞാൻ നോക്കി നടത്തില്ലേ? സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥരായിരുന്ന രാമമേനന് തേയിലത്തോട്ടത്തെ പറ്റി എന്ത് മണ്ണാങ്കട്ടി അറിയാം. അമ്മാവൻ നമ്മളെയൊക്കെ ശത്രുക്കളായിട്ടാ കാണണേ. എന്റെ മോൻ ബോംബെ പോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ചെറിയച്ഛൻ ഏട്ടനോടൊന്ന് പറയണം.
ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് നേരത്തെ തരാൻ. ഞാൻ എങ്ങനെ പറയും? ചെറിയച്ഛന് പറഞ്ഞാൽ എന്താ? അച്ഛന്റെ സ്ഥാനല്ലേ? ഏയ്, അതല്ല. ആ ബാലരാമന് 4-5 ഏക്കർ സ്ഥലം ഇഷ്ടദാനമായി ചോദിക്കാൻ ഒരുങ്ങിയിരിക്കുക ഞാൻ. അതിന്റെ ഇടയില് ഇതെങ്ങനെ ചോദിക്കും? ഓഹോ, അത് ശരി. അപ്പൊ വെറുതെ അല്ല ചെറുമോനെ കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഞങ്ങളൊക്കെ അവകാശപ്പെട്ടതാ ചോദിക്കണേ. മുത്തശ്ശൻ ഏത് വകുപ്പിലാ ഇഷ്ടദാനം? പറഞ്ഞു വന്നാ നമുക്ക് ആർക്കുമില്ല അവകാശം. എല്ലാവരുടെയും ഭാഗം പിരിഞ്ഞത് തന്നെയാ. ഉദയവർമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി ഈ സ്വത്തൊക്കെ. അതുകൊണ്ട് അവകാശത്തിന്റെ കഥയും പറഞ്ഞു തന്നാ ആർക്കും ഒന്നും കിട്ടാണ്ടാവും. ഒരു തരി മണ്ണ് ധരിക്കില്ല. അത് ഞാൻ വിചാരിച്ചാ നടക്കും. മൂത്ത് ധരിച്ചിട്ടും ദുഷ്ടബുദ്ധിക്ക് ഒരു കുറവുമില്ല. രവി, എന്താ ഇത്? ഗുരുത്വദോഷം പറയുന്നോ? ചെറിയച്ച ക്ഷമിക്കണം, അവൻ ബോധമില്ലാണ്ട്. ബോധം കൂടിയിട്ടാ നന്നല്ല. നാക്ക് ആയുസ് കുറയ്ക്കും. എത്തിയിട്ടുണ്ടല്ലോ ആരൊക്കെയോ. 4-5 ദിവസമായിട്ട് ഈ ശല്യം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ആരാ? ആരാണാവോ? ദിവസം ഉണ്ടാവുമല്ലോ ആരെങ്കിലും. അത് രാമനാട്ടുകര അനന്തമൂർത്തിയുടെ ശബ്ദമാണല്ലോ. ഹൗ, സന്തോഷായി. ആ ക്ഷീണവും മടുപ്പും ഒക്കെ മാറി. കുഞ്ഞിഷ, അടിയൻ. ആ എടുത്തു കൊടുക്കുക. കൊച്ചിരമ്മ, ഭാഗ്യാണേ. അല്ലെങ്കിൽ അസുഖം കഴിഞ്ഞ് കുളിച്ച അന്ന് തന്നെ അവിടുന്ന് വരാനും ഒരു കീർത്തനം കേൾക്കാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവുമോ? വിചാരിച്ചതല്ല. ഞാനും മുൻകൂട്ടി വിചാരിക്കാത്തൊരു വരവാ. അസുഖമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വന്ന് ശല്യപ്പെടുത്തില്ലായിരുന്നു. ഏയ്, നന്നായേ ഉള്ളൂ. ഏതായാലും ഇന്നിനി യാത്ര വേണ്ട. അത്താഴമൊക്കെ കഴിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം കുറച്ചു നേരം. സന്തോഷമേ ഉള്ളൂ. ആ, മാപ്പാക്കണം, രാത്രി അധിക നേരം ഉറക്കളക്കരുതെന്ന്. ഓ ഇല്ലില്ലില്ല. വിഷയം സംഗീതമാവുമ്പോ നേരം പുലരുന്നത് വരെയാണല്ലോ നമ്മുടെ പതിവ്. ഇന്നത് വേണ്ട എന്നവള് പറയായിരുന്നു. മനസ്സിലായില്ലേ? എന്റെ മകളാണ്. ഉവ്വ്, ഒരിക്കൽ പറയണ്ടായി. ആ, നൃത്തം പഠിക്കണ്ടല്ലേ? ഉവ്വ്. ആ, എന്നാൽ വിശ്രമിച്ചോളൂ കുഞ്ഞിഷ. അടിയൻ. ആ. വന്നോളൂ. ആ, പക്കമേളക്കാർക്ക് കോടിയും ദക്ഷിണയും കൊടുക്കാൻ മറക്കണ്ട കുഞ്ഞിഷ. ഓ, ആ, ഊണൊക്കെ കാലായില്ലേ? കുളിച്ചു വരുമ്പോഴേക്കും കാലാവും. ആ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ചെറിയച്ഛ, ക്ഷേമം തന്നെയല്ലേ? നമ്മുടെ ബാലരാമനും ഉണ്ട് കൂടെ. ആ, 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 എനിക്ക് ഒരു സ്വകാര്യം പറയാനുണ്ട്. ആ. മരുന്ന് കഴിക്കാൻ സമയായി. കുറച്ചു ദിവസം ഉണ്ടല്ലോ, സൗകര്യമായിട്ട് സംസാരിക്കാം. അല്ല, എനിക്ക് പറയാനുള്ള പോയി. വന്നിട്ടൊന്നും മുഖം കാണിക്കാൻ പോലും ഏട്ടൻ അനുവദിച്ചില്ല. കരയാതെ. എല്ലാരും വന്നു എന്നറിഞ്ഞു, സന്തോഷായി. എന്തിനാ കേശവപിള്ളേ ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് ലീവൊക്കെ എടുത്ത് പണച്ചെലവ്, ബുദ്ധിമുട്ട്. ഏട്ടന് സുഖമില്ലെന്ന് അറിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടെ എങ്ങനെ സമാധാനായിട്ടിരിക്കും? ലീവും പണച്ചെലവും ഒന്നും ഇക്കാര്യത്തിൽ പ്രശ്നമല്ല. രാജന് എങ്ങനെ ഇവിടെ എത്തി അമ്മമ്മയെ കണ്ടാ മതിയെന്നായിരുന്നു. താനങ്ങ് തടിച്ചു പോയില്ലോ. അമ്പിയെ കരച്ചിലോടെ കരച്ചില്. എവിടെ അവള്? വരൂ. ആ, മിടുക്കി. പഠിക്കണുണ്ടോ നീ? ഉവ്വ്. ആ, അപ്പോ പോണേന് മുമ്പ് വിശദമായിട്ട് കാണാം. ഞാനും അമ്മയും അമ്പിയെ ഇനി തിരിച്ചു കൊണ്ടാന്നാ കരുതുന്നേ. അപ്പോ ഇയാളവിടെ ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ല, മദ്രാസ് എനിക്കും മടുത്തു. ഏട്ടാ, ബോംബെന്ന് രവി വന്നിട്ടുണ്ട്. സുഖമില്ലാന്ന് അറിഞ്ഞ ഉടനെ വിമാനം പിടിച്ചാവും വന്നേ ബാബേന്ന്. ഓ, താനിപ്പോ വിമാനത്തിലൊക്കെ ആയോ യാത്ര? ആ, ശരിക്കും താനിപ്പോ ഒരു ബോംബെക്കാരനായിട്ടുണ്ട്. ഞാൻ ഭയപ്പെട്ടു പോയി അമ്മാമേ. എന്താ, മരിച്ചുപോയി എന്ന് വിചാരിച്ചോ? അമ്മാമേ, ആ, ഇങ്ങനെയുള്ള കടുത്ത വാക്കുകൾ പറയരുത്. എനിക്കത് കേൾക്കാൻ കൂടി വയ്യ. ഞാൻ വെറുതെ നേരം പോക്ക് പറഞ്ഞല്ലോടോ. ആ, ആ, എന്താ നമ്പൂരി പിന്നിൽ തന്നെ നിന്ന് കളഞ്ഞത്? നമ്മളെന്നും പിന്നിലല്ലേ നിന്നിട്ടുള്ളൂ. ഓ, ഗുപ്തനെ കലാമണ്ഡലത്തിൽ ചേർക്കണമെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഏട്ടനോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതി. അമ്മാമ്മയുടെ പാരമ്പര്യം ഞാനായിട്ടെങ്കിലും നിലനിർത്തണ്ടേ? ബാക്കിയുള്ള അനന്തരവന്മാരെല്ലാം കലാബോധമില്ലാത്ത അരസ്യന്മാരാണല്ലോ. അതുകൊണ്ട് സന്തോഷായി. എന്റെ കാലശേഷം ഈ കലയും സാഹിത്യവും ഒക്കെ നിന്നു പോവോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പൊ ഇങ്ങനൊരു അവതാരം ഉണ്ടായല്ലോ, നന്നായി. അത് അമ്മാമ്മ ശരിക്കും പറഞ്ഞാണോ അതോ എന്നെ ഒന്ന് താങ്ങിയതാണോ? ശരിക്കും പറഞ്ഞു തന്നെയാ. എന്താ എന്നെ ഉടനെ കാണണമെന്ന് പറഞ്ഞത്?
ഒരു വിശേഷമുണ്ട്. അലമാരിയിലെ ഒരു കേസിന്റെ ഫയൽ തിരഞ്ഞപ്പോ ഞാനൊരു വട്ടം കണ്ടു. എന്താ വല്ല രത്നങ്ങളുമാണോ? ആ, എന്ന് വേണമെങ്കിൽ പറയാം. സ്വത്തുവകകളുടെ ചില ഉടമ്പടി പത്രങ്ങള്. അപ്പോ പറഞ്ഞു കേട്ടതൊക്കെ ശരി തന്നെയാ. നമുക്ക് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? വിശദമായിട്ട് നോക്കാൻ പറ്റിയില്ല. ആ കണക്കെഴുത്ത് മേനോൻ കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും കിട്ടിയ സമയം കൊണ്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കി. കൊട്ടാരവും കൃഷിസ്ഥലങ്ങളും എല്ലാം ജാനകി തമ്പുരാട്ടിക്കും സുഭദ്ര തമ്പുരാട്ടിക്കും മാധു തമ്പുരാട്ടിക്കും കൂടെ എഴുതി വെച്ചിരിക്കുക. അച്ഛാ, നീലഗിരിയിലെ എസ്റ്റേറ്റ് നമ്മുടെ ഭാഗത്ത് പെടുത്തിയെടുക്കണം. അതിനുവേണ്ടി മറ്റു കൃഷി സ്ഥലങ്ങൾ വിട്ടുകൊടുത്താ പോരെ? അല്ല, എസ്റ്റേറ്റിന് വേറെ പ്രമാണം എഴുതിയിട്ടുണ്ട്. അത് ഭാഗീരഥി തമ്പുരാട്ടിക്കും രാധയും കൂടെ എഴുതിയിരിക്കുന്നത്. നിലമ്പൂർ ഒഴിഞ്ഞുകിടക്കുന്ന കോവിലകവും ഇവർക്ക് രണ്ടുപേരും കൂടെ എഴുതിയിരിക്കുന്നത്. തമ്പുരാട്ടിയുടെ മരണശേഷം ഇതെല്ലാം രാധയ്ക്ക് വന്നു തരും. ആ ശൂദ്രച്ചിക്കോ? അടിച്ചുകളിക്കാരൻ ആയിരച്ചിക്ക് പിഴച്ചുണ്ടായ പെണ്ണിന് രാജസ്വത്തിൽ എന്താ അവകാശം? ആ, എനിക്കറിയില്ല. എന്ത് തന്തയില്ലാത്ത പണിയാ ഈ അമ്മാമ കാണിച്ചത്? അതെല്ലാം തിരുമനസിനോട് നേരിട്ട് പോയി ചോദിച്ചാൽ. ഞാൻ ചോദിക്കും, അത് വേറെ കാര്യം. ഞാൻ മാത്രമല്ല, അവകാശമുള്ള അനന്തരവന്മാര് വേറെ ഉണ്ടല്ലോ ഇവിടെ, അവരെയും കൂട്ടാം. വെള്ളേച്ച, നമ്മൾ അമ്മ വഴിക്ക് ബന്ധുക്കളാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്തരം സഹായങ്ങൾ ചെയ്യണം. എന്റെ കഞ്ഞി മണ്ണിടരുത്. താൻ പേടിക്കണ്ട, തന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. എസ്റ്റേറ്റ് കൈവിട്ടു പോയതിലാ എനിക്ക് സങ്കടം. അതങ്ങനെ കൈവിട്ടു പോവുകയൊന്നുമില്ല. അതിനുള്ള ചില പ്ലാനൊക്കെ ഞാൻ മനസ്സിൽ കണക്കാക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കിയാ എസ്റ്റേറ്റ് രാധയുടെ പേരിൽ എഴുതിയത് നന്നായി. മുഴുവൻ മൂന്നായിട്ട് ഭാഗിക്കേണ്ടി വരില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല. തനിക്കൊന്നും മനസ്സിലാവില്ല. എടോ, രാധ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ പിന്നെ എസ്റ്റേറ്റ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരില്ലേ? എന്റെ ഭഗവതി, നിങ്ങളുടെ ഒരു ബുദ്ധി. ബുദ്ധി എന്റേതല്ല, ദേ ഇരിക്കുന്നു ബുദ്ധിമാൻ. തന്നെ ഒന്ന് സൗകര്യത്തിന് കാണാൻ കിട്ടുന്നില്ലല്ലോ. താൻ എവിടെയാ കയറി പതുങ്ങിയിരിക്കണത്? മനുഷ്യരുടെ മുമ്പിൽ വരാൻ പാടില്ല എന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇല്ല. ആ, നിക്ക. ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഇവിടെ തന്നെ ഇങ്ങനെ കൂടിയാൽ മനസ്സ് മരവിക്കില്ലേ കുട്ടി? എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും ഈ ജീവിതത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കണം, വേണ്ടേ? എനിക്കിവിടെ സുഖം തന്നെയാണല്ലോ. ഇവിടെ എന്ത് സുഖം? അമ്മാമയ്ക്കും അമ്മായിക്കും 3 നേരം വെച്ച് വിളമ്പി കൊടുക്കുന്നതോ? കുട്ടിയെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോവാം ബോംബെക്ക്. അച്ഛൻ എന്നെ അന്വേഷിച്ചു. നിക്ക. നീലഗിരിയിലെ എസ്റ്റേറ്റ് രാധക്ക് ഒറ്റക്ക് നോക്കി നടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എസ്റ്റേറ്റോ? അതെ. ഞാനെന്തിനാ അതൊക്കെ നോക്കണേ? രാധയുടെ പേരുള്ള എസ്റ്റേറ്റ് പിന്നെ മറ്റാരെങ്കിലും നോക്കി നടത്തുവോ? നീലഗിരിയിൽ ഒരു ബംഗ്ലാവ് പണിയിപ്പിച്ച് അവിടെ കൂടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല സുഖമായിട്ടുള്ള കാലാവസ്ഥ അവിടെ. ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓ, അത് ശരി. പുറകെ വന്നതാവും കുട്ടിയുടെ. അതെ, ഞാൻ ചെറിയമ്മോട് പറഞ്ഞു കൊടുക്കും താനിങ്ങനെ ചില വൃത്തികെട്ട കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നു. ഒരു വിരോധം ഇല്ല. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിൽ രവിയേട്ടൻ താല്പര്യം കാണിക്കാണ്ടിരുന്നാ മതി. മൂത്തവരെ ഗുണദോഷിക്കാരൊക്കെ ആയോ താൻ? പോയിക്കോളൂ.